അനീഷ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ നിറഞ്ഞ കേസ് തന്നെയായിരുന്നു ഇത് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. നിരവധി പേർ ഈ കേസ് സംബന്ധിച്ച് മൊഴിമാറ്റം നടത്തിയിരുന്നു. നേരത്തെ അതായത് പോലീസ് അന്വേഷണം തുടങ്ങിയ കാലഘട്ടത്തിൽ നടൻ സിദ്ദിഖോ, നടി ബിന്ദു പണിക്കരോ, ഭാമയോ ഉൾപ്പെടെ സിനിമാ രംഗത്ത് മറ്റു പ്രമുഖരോ ഒന്നും നൽകിയ മൊഴികളല്ല പിന്നീട് വിചാരണ വേളയിൽ ഇവരൊക്കെ തുടർന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. നടൻ ദിലീപിനും അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മഞ്ജുവിനും തമ്മിൽ പലവിധ അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നു. ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവരൊക്കെ തന്നെ തുടക്കകാലത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായ കാവ്യമാധവനുമായി അദ്ദേഹത്തിന് അടുപ്പമുണ്ടാവുന്നത് മഞ്ജുവിനെ ആക്രമിക്കപ്പെട്ട നടി അറിയിച്ചതിൻ്റെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇക്കാര്യം അറിയായിരുന്നു എന്ന തരത്തിലൊക്കെ തന്നെ പല നടന്മാരും മൊഴി നൽകിയിരുന്നു. പക്ഷേ വിചാരണ വേളയിൽ തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇവർ മൊഴി മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് കേസ് തനിക്ക് അനുകൂലമാവുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നതാവാം എന്നുള്ള ധാരണ പൊതുവെ പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മലയാള സിനിമയിൽ മുടി ചൂടാ മടനായിരുന്ന ഒരു താരം ഏതാണ്ട് 2017 ശേഷം സ്വീകാര്യനല്ലാതെ മാറുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റുകളായിരുന്ന ചിത്രങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം മെല്ലെ മെല്ലെ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ആളുകൾ കയറുന്നത് കുറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വന്നു. അദ്ദേഹത്തെ വെച്ചുള്ള സിനിമകളുടെ എണ്ണം കുറഞ്ഞു, എടുക്കുന്ന സിനിമകളും പരാജയം മാറുന്നതൊക്കെ തന്നെ മലയാള സിനിമാ ലോകം കണ്ടതാണ്. എന്തായാലും ഇന്ന് വിധിക്ക് മുമ്പ് നടൻ ദിലീപിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാവാനുള്ള സാധ്യത നന്നേ കുറവാണ്. സമീപകാലത്തൊന്നും തന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രതികരിച്ച് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നടൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം വ്യക്തമല്ല. എന്ത് ശിക്ഷയാണ് ഇക്കാര്യത്തിൽ ഇവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തുമെങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി എന്താണ് പറയുക എന്ന കാര്യത്തിലാണ് ആകാംക്ഷ. എന്തായാലും എല്ലാ കണ്ണുകളും കൊച്ചിയിലേക്കാണ്, കൊച്ചിയിലെ എറണാകുളം സെഷൻസ് കോടതിയിലേക്കാണ് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സുപ്രധാനമായ കേസിലെ വിധിയാണ് എന്ന് പറയാം. മലയാള സിനിമാ രംഗത്തെ ഇത്തരം പ്രവണതകൾ, പ്രത്യേകിച്ച് ഇത്തരം സംഭവങ്ങൾ, അതും വളരെ ശ്രദ്ധേയായൊരു യുവ നടി കൊച്ചി നഗരത്തിൽ ഏതാണ്ട് 2 മണിക്കൂറോളം ഒരു വാഹനത്തിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള അതിദാരുണമായ സംഭവം, ഇത് മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയതാണ്. ഈ കേസിൽ എന്താകും എറണാകുളം സെഷൻസ് കോടതിയുടെ ഉത്തരവ് എന്ന കാര്യത്തിലേക്കാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേട്ടുകേൾവി പോലും ഉണ്ടാകാതിരുന്ന ഒരു കാര്യമാണ് ഈ പീഡനത്തിന് വേണ്ടി കൊട്ടേഷൻ നൽകുക എന്ന് പറയുന്നത്. ഈ കുറ്റങ്ങളൊക്കെ തെളിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് കേരളത്തിന്റെ കണ്ണ് അത് എറണാകുളം ജില്ലാ കോടതിയിലേക്കാണ്. ഈ വിവരങ്ങളിലേക്ക് തിരിച്ചെത്താം. ഒരു ഇടവേള കഴിഞ്ഞു.